ആടുജീവിതം സിനിമ പോയി കണ്ടു. റിവ്യൂ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ സിനിമ പോയി കണ്ടത്. അതുകൊണ്ട് ഞാൻ ആദ്യം അതിൻ്റെ പോരായ്മകളാണ് ശ്രദ്ധിച്ചത്. ഈ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ സീൻസ് ഉണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നി. അതുപോലെ ഈ അറബികളുടെ കുറച്ച് ഡയലോഗ്സ് നമുക്ക് സബ് ടൈറ്റിൽ തരുന്നില്ല, അതൊക്കെ ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് തോന്നിയായിരുന്നു. ഈ കഥ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കഥ എന്താണ് നടക്കാൻ പോകുന്നത് മിക്കവരും വായിച്ചിട്ടുണ്ടാകും, പലർക്കും അറിയാവുന്ന കഥയാണ്. അതിൻ്റെ ഒരു വിരസത അനുഭവപ്പെടുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ മികച്ചൊരു എക്സ്പെക്ടേഷനിലൂടെയാണ് ഞാൻ പോയത്. അതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഇൻ്റർവ്യൂ ആയപ്പോൾ എനിക്ക് തോന്നി ഈ പടം വിചാരിച്ചത്ര എത്തിയില്ലേ, ഇനി ഇത് ഡിസപ്പോയിൻമെൻ്റ് ആകുമോ എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി. കാരണം പടം കണ്ടിരിക്കാനുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെൻ്റാണ് ബ്ലസ്സി നമുക്കത് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം അതെല്ലാം പെർഫെക്റ്റ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ചില സീൻസ് ഉണ്ട്, അതായത് ഒരു സീനിൽ നിന്ന് വേറെ സീനിലേക്ക് വരുന്ന ട്രാൻസിഷൻസ് രക്ഷയില്ലാത്ത രീതിയിലാണ് ബ്ലസ്സി അത് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു ഒഴുക്ക് നമുക്കത് ഫീൽ ചെയ്യും. ഒരു സീനിൽ നിന്ന് വേറെ സീനിലേക്ക് പോകുന്ന ചില സീൻസ് അത് നിങ്ങൾക്കും തിയേറ്ററിൽ പോയി കണ്ടാൽ ഫീൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഗോകുലിൻ്റെ ആക്ടിങ് ഇതിൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിരിക്കാനുണ്ട് ആ പടം. അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, എടുത്തു വച്ചേക്കുന്ന രീതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വളരെ മനോഹരമായിട്ട് അതിൻ്റെ ടീം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ് എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഇത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരിക്കേണ്ട പടമാണ്. നിങ്ങളിപ്പോൾ ഇത് OTT ഇറങ്ങണവരെ വെയിറ്റ് ചെയ്തിട്ട് കാണാനാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നഷ്ടമായിരിക്കും. കാരണം ഇങ്ങനത്തെ പടങ്ങൾ അവസാനം ഞാൻ ഏതാ കണ്ടേന്ന് ഓർക്കണം മലയാളത്തിൽ. കാരണം ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയല്ല, നമ്മുടെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങൾ പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് തികച്ചും വളരെ മനോഹരമായ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം നൽകാൻ പോകുന്നത്.